രാധിക SV. IBI ബാങ്കിന്റെ കൊച്ചിയിലെ ATM കൗണ്ടറുകളിലൂടെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്ന് 3 മാസമായി പണം നഷ്ടപ്പെട്ടു വന്നിരുന്നത് ശാസ്ത്രീയമായ കൊള്ളയാണെന്ന് വെളിവായി. കമ്പ്യൂട്ടറിന്റെ കുഴപ്പമെന്ന് എത്ര നാളും പറഞ്ഞത് ഇപ്പൊ പറയുന്നു കൊള്ളയാണ്. സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനായി 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തതായി അന്വേഷണ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അറിയിച്ചു. സർ, ഇതെല്ലാം സ്ഥിരം പുള്ളികളാണ്. വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. കൊട്ടേഷനാണ് തൊഴിൽ, പിന്നെ ഇന്നത്തെ ചെയ്യുന്നില്ല. പിടിച്ചുപറി, ഹൈവേ റോബറി, കുഴൽപ്പണം, കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ലോൺ എടുത്ത് പുതിയ കാർ വാങ്ങും. പിറ്റേന്ന് തന്നെ അത് പൊളിച്ചു വിൽക്കും. പിന്നെ പോക്കറ്റടി. കാശല്ല, ക്രെഡിറ്റ് കാർഡാണ് ഉന്നം. പിടിച്ചു പറയാണ് മെയിൻ ഐറ്റം. ബൈക്കിൽ വന്നാണ് റാഞ്ചൽ. പിന്നെ ATM ഇറങ്ങിയ 2 പേരുടെ പേഴ്സ് തട്ടിപ്പറിച്ച വകയിലുമുണ്ട് 2 കേസ്. വിട്ടേക്കടോ, നമ്മുടെ പുള്ളി ഈ വകയിലൊന്നും പെടുന്ന ആളല്ല. പിന്നെ നൈറ്റ് പെട്രോളിംഗ് ആക്റ്റീവ് ആയിരിക്കും. സർ, സാറേ, എന്താടാ വെറുതെ ഒരു ദിവസം കളഞ്ഞു. ഇമാതിരി ഹൈടെക് പണി ഇറങ്ങി ഉമ്മ ഈ കൊച്ചിയിൽ നിൽക്കുവോ സാറേ? അപ്പൊ കേറൂല അമേരിക്കക്ക്. മതി മതി, പോടാ പോടാ. ഹലോ, അതെ സർ. കൊച്ചിയിലെ എല്ലാ ബ്രാഞ്ചിലും കസ്റ്റമേഴ്സ് പരാതിയുമായി എത്തുന്നുണ്ട്. അവരിൽ പലരും അഫൻഡിങ് മൂഡില്ല. ഇപ്പൊ ദേ ഇവിടെ സോണൽ ഓഫീസിലും കുറെ പേർ എത്തിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ ATM സെക്ഷൻ ഏതാ? എന്തിനാ മാഡം? ഒരു കംപ്ലൈന്റ്. ദാ അവിടെ പറഞ്ഞോളൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താൻ ഇനി എന്ത് കോപ്പ് പറയാനാ? എന്തോന്ന് വെച്ചാൽ അങ്ങനെ പറയട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡ് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിൻ നമ്പർ. പിന്നെങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയെന്നാ മനസ്സിലാകാത്തത്? അത് ശരി. അപ്പൊ ഈ നിൽക്കുന്നവരൊക്കെ നുണ പറയുന്നതാണോ താൻ പറയണേ? അയ്യോ, അതല്ല പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിയല്ലേ. കഷ്ടപ്പെട്ട കാശാ നിങ്ങളെ വിശ്വസിച്ച് ബാങ്കിൽ കൊണ്ടിട്ട് അറിയാം. എന്നിട്ട് ഒരുമാതിരി പോക്കുകളെ കാണിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ബാങ്കിനെ വിശ്വസിക്കും. നിങ്ങളുടെ ആരുടെയും പൈസ പോകില്ല. ഇത് മാത്രമല്ലല്ലോ ബാങ്കുള്ളത്. നമ്മൾ ലോൺ എടുത്തിട്ട് 2 ഇൻസ്റ്റാൾമെന്റ് തെറ്റിക്കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞ് ഗുണ്ടൽ വിടുന്ന മാന്യമാരല്ലേ? പ്ലീസ്, അത്രയ്ക്ക് പാനിക് ആവാനൊന്നും ഇല്ല. എന്നാ താ സമാനം പറയടോ. ഞാൻ പറഞ്ഞല്ലോ,
ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, പരിശോധനയൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വരുമ്പോ പോയ പൈസ മുഴുവൻ തിരിച്ചു തരണം. പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ വിഷയം പെരുപ്പിക്കല്ലേ. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി എന്ത് സംഭവിക്കാൻ തർക്കിക്കാൻ ഞാനില്ല. എന്റെ അക്കൗണ്ട് നാളെ തന്നെ ക്ലോസ് ചെയ്തേ പറ്റൂ. ഞങ്ങളെ പൈസ എടുക്കണം. ക്ലോസ് ചെയ്യണം. പ്ലീസ്, പരിഹരിക്കാം, പരിഹരിക്കാം. അല്ല, എല്ലാരും പണി കിട്ടിയവരാണാ. കൊള്ളാല. We don't care what you do, but our money better be safe. അരി വരത്ത് ഏറ്റിന്റെ പണി തന്നിട്ടേ പുന്നരിച്ച് സൂപ്പിക്കല്ലേ. നമ്മ നാട്ടുകാർക്ക് പണി കൊടുത്തിട്ടേ ഉള്ളു. കിട്ടണത് ആദ്യമായിട്ടാണ്. സർ പ്ലീസ്. താന്നെ സാറിക്കല്ലേ. കണ്ട മുക്കിലും മൂലയിലും രൂപ കൂടണ്ടാക്കി വെച്ചേക്കാണ് ATM എന്ന പേരില് ആളെ പറ്റിക്കാൻ. നിങ്ങൾ പോലീസിനെ വിളിക്കേ. മോക്കര എത്ര പോയി? 25,000. അത്ര ഉള്ള നമ്മുടെ 25,000 രൂപയാണ് പോയേക്കാം. പോലീസ് എത്തി. അതെ, നിങ്ങൾ ഈ പാട്ട് കുർബാന നിർത്തിയിട്ട് പോയ കാശിന്റെ കാര്യം പറമാട്ടെ. പോലീസ് എത്തിയല്ലോ, അവരന്വേഷിക്കട്ടെ. പോലീസ് എത്തിയിട്ട് ആരെന്ത് കമത്താനായിട്ടാണ്? അവന്മാര് ഇതിന്ന് കുറെ കൈയിട്ട് വരും. എന്താടോ കൈയിട്ട് വരണോ? കണ്ടിട്ട് അത്ര വെടുപ്പല്ലല്ലോ. ഇയാളുടെ പേരും അഡ്രസ് എഴുതി വാങ്ങ. സർ, എന്തിനാണ്? ഇങ്ങോട്ട് മാറി നിൽക്കടോ. ഇയാളുടെ പേരും അഡ്രസ് എല്ലാം എഴുതി. സുന്ദരൻ, സർ, ഇവരുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇൻഷുർഡ് ആണ് സർ. നഷ്ടപ്പെട്ട പണം ബാങ്ക് തിരിച്ചു നൽകും. കേട്ടല്ലോ. എല്ലാ ബാങ്കുകളുടെ സിസ്റ്റം ഒന്ന് തന്നെയാ. എന്നിട്ട് സംഭവിച്ചു ഈ ബാങ്കിൽ മാത്രം. ദാറ്റ്സ് റിയലി ഷോക്കിംഗ്. Come in, sir. ഇത് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നന്ദകുമാര മേനോൻ. ഹലോ, പ്ലീസ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ എക്സ്പെർട്സിനല്ലേ കണ്ടുപിടിക്കാൻ പറ്റാതല്ലോ. വേറെ കൊള്ളാവുന്ന ആരുടെയെങ്കിലും ഒപ്പീനിയൻ എടുത്തിരുന്നോ ഈ കാര്യത്തെക്കുറിച്ച്? ഇതിന്റെ സയന്റിഫിക് സാധ്യതകൾ കാർഡ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ആണോ അതോ മറ്റെന്തെങ്കിലും? Give me the card. See, ഈ ATM കാർഡിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ടേപ്പ് മാത്രമാണ് ഇമ്പോർട്ടന്റ്. കാർഡ് ഈ ടേപ്പ് ഒട്ടിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ്. പിന്നെ ഓരോ കാർഡിന്റെയും ടേപ്പിൽ ഒരു 16 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ ഒരിക്കലും കാർഡ് ഹോൾഡേഴ്സിന് അറിയാനാവില്ല. ഓൺലി കമ്പ്യൂട്ടർ നോസ്. എന്നാൽ പോലും കസ്റ്റമേഴ്സിന് മാത്രം അറിയാവുന്ന ഒരു 4 ഡിജിറ്റ് പിൻ നമ്പർ ഉണ്ട്. ടേപ്പിലെ നമ്പറും പിന്നും മാച്ച് ചെയ്താൽ മാത്രമേ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത്രയധികം കസ്റ്റമേഴ്സിന്റെ സീക്രട്ട് ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇംപോസിബിൾ. മെഷീന്റെ ഉള്ളിൽ കൈയിട്ട് കാശെടുക്കാൻ പറ്റൂലല്ലോ. ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കാർഡ് ഇട്ടല്ലേ മതിയാവൂ. എക്സ്പെർട്സിന് പോലും പറയാൻ കഴിയുന്നില്ല സർ. Then do one thing. കൊച്ചിയിൽ നിങ്ങളുടെ എല്ലാ ATM കൗണ്ടേഴ്സും ക്ലോസ് ഡൗൺ ചെയ്യും. കൊള്ളാം, നല്ല ഗംഭീര സജഷൻ. എന്താ? ബ്ലേഡ് കമ്പനികൾക്ക് വരെ ATM ഉള്ള കാല. അപ്പൊ ഇത് പൂട്ടിക്കിട്ടെ. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? അതുമാത്രോ, ഈ കാർഡ് ഉപയോഗിച്ച് മറ്റു പല ബാങ്കുകളുടെ ATM ക്യാഷ് വിഡ്രോ ചെയ്യാം. നിങ്ങളുടെ ഈ ബിലോ ആവറേജ് കമ്പ്യൂട്ടർ ലിറ്ററസി വെച്ച് നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്താൻ പോകുന്നത്? ഹലോ, കമ്പ്യൂട്ടർ ആണെങ്കിലും കപ്പൽ കൊള്ളയാണെങ്കിലും പിടിക്കാൻ പോലീസിന് അറിയാം. ഗോപി സർ, പണം നഷ്ടപ്പെട്ടവരൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കണം സർ. പിന്നെ ഇയാളുടെ മുലകൂടി മാറാത്ത പിള്ളേരെയൊക്കെ IPS കൊടുത്ത് പറഞ്ഞു വിടും. ഏതാടോ ചെറുക്കൻ? പുതിയ ACP ഹാരിസ് മുഹമ്മദ്. സിറ്റിയിൽ ചാർജ് എടുത്തതേ ഉള്ളൂ, അതിന്റെ ചൂടാ. അന്വേഷിക്കാൻ ആള് വേറെ വരുന്നുണ്ടോ? അതും IPS ഇപ്പൊ കാക്കിയില്ലെന്നേ ഉള്ളൂ. സൈബർ ക്രൈം അന്വേഷിക്കുന്ന ഒരു